എന്നാലും പ്ലാൻ പണി പണണം ഷമീറെ. ഈയൊക്കെ സ്ക്രിപ്റ്റിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത്, ഞാനല്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി, ഞാൻ മാസവും നോക്കില്ല, കുറച്ച് കൂടി പോയോ, കുഴപ്പമില്ല, അത് ലാസ്റ്റ് ഞാൻ എന്തായാലും മാസവും. അപ്പോൾ ഇതാണ് ഷമീറിൻ്റെ SID നമ്പർ. അതായത് ഞാൻ ഷമീറിനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ഇവൻ തിരുത്തി എന്ന് പറയുന്ന ഇവൻ്റെ 18/6/2026 ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇത്. ഞാനായിട്ട് ഈ പറഞ്ഞ ലാബുകാർ അയച്ചു തന്നതോ ഞാൻ ലാബിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല. ഷമീർ ഇന്നിട്ട ഓൻ്റെ ഡ്രഗ് ടെസ്റ്റിൻ്റെ ലിങ്കിനകത്ത് കയറി ഓൻ്റെ ഓൾഡ് SID നമ്പർ ഓൻ്റെ വീഡിയോൻ്റെ അകത്തുനിന്ന് തന്നെ ബ്ലറാവാതെ സ്ഥലത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാനെടുത്ത് അത് ഞാൻ കൊണ്ടുവന്നിട്ട് സുക്രേൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത് അതിനപ്പുറത്ത് ഇതിൻ്റെ ഡേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടും നമുക്ക്? ഓൾഡ് റിസൾട്ട്. ഇതിന് ഈ റിസൾട്ടിൻ്റെത് ഒന്ന് ഫോക്കസ് ചെയ്യൂ. റിസൾട്ട് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് THC പോസിറ്റീവാണോ? ഈ കാണുന്നത് പോസിറ്റീവാണോ? അല്ലേ? പോസിറ്റീവ് അല്ലേ? തെറ്റല്ലല്ലോ. ഇതാ പോസിറ്റീവല്ല കാണുന്നത്, പോസിറ്റീവാണ്. ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഓക്കെ, ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഇതിൽ പോസിറ്റീവ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം, എല്ലാവരും ഈ മെത്തേഡ് ചെയ്തു നോക്കണം. ഇത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം, ഇതെങ്ങനെ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത്. ഷമീറിൻ്റെ ആദ്യത്തെ യൂറിൻ ടെസ്റ്റിൻ്റെ SID നമ്പറും അന്നത്തെ ഡേറ്റും വെച്ചിട്ട് ഇപ്പോഴത്തെ ഓനിട്ട ലിങ്ക് കയറുക, എന്നിട്ട് അതിനടിയിലുള്ള HTTPയിൽ കയറുക, അതിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള SID നമ്പറും ഡേറ്റും മാറ്റുക, പഴയ SID നമ്പറും ഡേറ്റും കൊടുത്താൽ അവൻ്റെ പഴയ റിസൾട്ടിൽ ഓന് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് പോസിറ്റീവ് എന്ന് കാണും. എങ്ങനെ ഷമീറെ ഈ പറഞ്ഞ 18-ാം തീയതിയിൽ നിന്ന് ഇന്ന് ഡേറ്റ് എത്ര? 27. ഈ 9 ദിവസം കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നൊരു തന്ത്രം, അല്ലെങ്കിൽ ഇത് ലാബിൻ്റെ പ്രശ്നമായിരിക്കും. ലാബുകാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ലാബല്ലേ? ആദ്യം തന്നെ ഇവൻ ഈ ഉടായ്പ് കാണിച്ചു എന്ന് അറിഞ്ഞപ്പോൾ, ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് നിങ്ങളത് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോ? വീണ്ടും അവൻ നിങ്ങളുടെ ലാബിൽ തന്നെ വന്നു, വീണ്ടും അവൻ ഉടായ്പ് കാണിച്ചു. ഈ മൂത്രത്തിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇനി ഇത് DNA ടെസ്റ്റിന് കൊടുക്കേണ്ടി വരും, അത് ഓൻ്റെ മൂത്രം തന്നെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഇന്ന് നോക്കുമ്പോൾ ഈ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോണ്ട് ജാസി പടച്ചോനെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എജാതി സ്ക്രിപ്റ്റ്. ഇങ്ങനെ കയറുക, ലൈവിട്ട് കയറുമ്പോൾ ജാസി അവിടെ നിൽക്കുന്നു. അതാ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് കാണണ്ട, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉള്ള സ്ക്രിപ്റ്റിൻ്റെ ഊക്ക് നിങ്ങൾ കാണണം. അപ്പോൾ ഞാൻ അഗെയിൻ പറയുന്നു നിങ്ങളോട്, ഇന്നത്തെ ടെസ്റ്റ് ഓൻ്റെത് ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ 9 ദിവസം മുമ്പ് ഈ ചങ്ങായി ടെസ്റ്റ് ചെയ്തതിൽ ടെട്രാ ഹൈഡ്രോ കാനബീസ് പോസിറ്റീവായിരുന്നു. അത് ഇന്ന് നെഗറ്റീവായത് എങ്ങനെയാണെന്നുള്ളത് അതിലെനിക്കൊരു സംശയമുണ്ട്. ഞാനിത് കൺഫേം ആയിട്ട് പറയുന്നത് എൻ്റെ സംശയമാണ്. ഞാൻ പറയുന്നത് ഇന്ന് എങ്ങനെ നെഗറ്റീവായി എന്നുള്ളത്. കാരണം എന്താ പറയുക, ഇന്ന് ഇവൻ്റെ ഒപ്പം ജാസി ഉണ്ട്. ഞാൻ ആദ്യം മുതലേ ഈ പറഞ്ഞ തൊപ്പീൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ജാസി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വിഷയത്തിലെ പാമ്പ്, ഇതിലെ കുത്തിത്തിരിപ്പ്. ഓനാണ് ഇതിൻ്റെ പ്ലാനിങ്, പ്ലോട്ടിങ്, സ്ക്രിപ്റ്റിങ് എല്ലാ പരിപാടിയും. മനസ്സിലായോ? ഇന്ന് ഓൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ റിസൾട്ട് നെഗറ്റീവ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ആദ്യം മുതലേ ലൈവ് കണ്ടപ്പോൾ. കാരണം ഓൻ്റെ ആ ഉഡായ്പ് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് പ്ലേ ആയിട്ടോ. കാണാത്തവരാരെങ്കിലും ഒരു ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോ, ഒന്ന് പോണതാണ്. അള്ളാണേ ഉമ്മ സത്യം, ഞാൻ ടെസ്റ്റ് ചെയ്ത്. വാവ് സുമേഷ് രമേഷ്, എടാ ഈ അഭിനയം വല്ല സിനിമയിലും അഭിനയിച്ച നമുക്ക് ഓസ്കാർ കിട്ടൂല്ലോ നായ്ക്കളെ. ഉമ്മ സത്യം നോക്കെ, ഉമ്മ സത്യം ആണ്. അങ്ങനെ ആദ്യം വിചാരിച്ചത്. ഇതായി കഴിഞ്ഞാൽ ഇപ്പോ ആൾക്കാർ പറയുന്നോണ്ട് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കാനായിട്ട് താല്പര്യമില്ല. വർത്താനം പറഞ്ഞിട്ട് ഇതാക്കാനായിട്ട് താല്പര്യമില്ല. സ്ക്രിപ്റ്റ് ഇപ്പം ജാസ്തി ഉണ്ടെങ്കിൽ പൊട്ടാ അത് നല്ലതല്ലേ.